വാർത്തകളിലേക്ക് ഇനി ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. തിരുവനന്തപുരത്ത് വൈകിട്ട് 5 മണിക്കാണ് യോഗം. സമയപരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമെടുക്കും. പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രതി റിജോ ആന്റണിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുക്കും. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കെ സുരേന്ദ്രൻ തുടരുമോ എന്ന് ഇന്നറിയാം. സുരേന്ദ്രൻ തുടരുന്നില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയോ എം ടി രമേശിനെയോ ശോഭാ സുരേന്ദ്രനെയോ പരിഗണിക്കും. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ചികിത്സാ ദൌത്യം ഇന്ന് പുനരാരംഭിക്കും. 3 കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ കോടനാടുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം. മറ്റ് 2 കുങ്കികളെ കൂടി ഇന്നെത്തിക്കും. ഡോക്ടർ അരുൺ സഖറിയ്ക്കൊപ്പം 20 അംഗ സംഘമാണ് ചികിത്സാ ദൌത്യത്തിന് നേതൃത്വം നൽകുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരം തുടരുന്നു. സമരം ഇന്ന് 8ാം ദിവസമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം സമരസമിതി അംഗങ്ങൾ ചർച്ച നടത്തിയിട്ടും ഫലം കണ്ടിരുന്നില്ല. സംഘടനാ പ്രതിനിധികളുമായി വീണ്ടും ചർച്ച നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കാട്ടാക്കട കുറ്റിച്ചലിൽ VHSC വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. പോലീസ് ഇന്ന് സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ക്ലർക്കിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് കുട്ടി ജീവനൊടുക്കിയെന്നാണ് പരാതി. പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ടോൾ നിരക്കിന്റെ ഇരട്ടി തുകയാവും ഈടാക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെട്ടതാണ് കമ്മിറ്റി. 5 അംഗ പട്ടിക നിയമവകുപ്പ് തയ്യാറാക്കി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ 2 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണമനുസരിച്ചാണ് അമീർ ഇന്ത്യയിലെത്തുന്നത്. മന്ത്രിമാരും ഉന്നതതല പ്രതിനിധി സംഘവും ബിസിനസ് പ്രമുഖരും അമീറിനൊപ്പം എത്തും. യുക്രൈനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിളിച്ച യോഗം ഇന്ന്. യൂറോപ്യൻ നേതാക്കളുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി യോഗത്തിന്റെ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിൽ ഇന്ന് സെമി ഫൈനൽ പോരാട്ടം. കേരളം ഗുജറാത്തിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മുതലാണ് മത്സരം.